പാപ്പയോ മാർപ്പാപ്പയോ? കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനെ മലയാളത്തിൽ എന്ത് വിളിക്കണമെന്ന വിഷയത്തിൽ ഇടയ്ക്കിടെ ചർച്ചകൾ ഉയരാറുണ്ട്. ചിലർ പാപ്പ എന്ന് പറയുമ്പോൾ മറ്റു ചിലർ മാർപ്പാപ്പ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ചരിത്രവും ഭാഷയും സഭാ പാരമ്പര്യവും പരിശോധിക്കുമ്പോൾ കത്തോലിക്ക സഭയുടെ തലവനെ പാപ്പ എന്ന് വിളിക്കുന്നതാണ് കൃത്യമായ പ്രയോഗം. പാപ്പ എന്ന പദം ഗ്രീക്ക് ഭാഷയിലെ പപ്പാസ്, പിതാവ് എന്ന വാക്കിൽ നിന്നാണ് ഉത്ഭവിച്ചത്. പിന്നീട് അത് ലത്തീൻ ഭാഷയിൽ പാപ്പ എന്ന രൂപം സ്വീകരിക്കുകയും ക്രമേണ റോമിലെ മെത്രാന്റെ ഔദ്യോഗിക വിശേഷണമായി മാറുകയും ചെയ്തു. ലോകത്തിലെ പ്രധാന ഭാഷകളിൽ അദ്ദേഹത്തെ പാപ്പ, പോപ്പ് എന്നീ രൂപങ്ങളിലാണ് വിളിക്കുന്നത്. അതിനാൽ പാപ്പ എന്നത് ഒരു പ്രാദേശിക തർജ്ജമയല്ല, നൂറ്റാണ്ടുകളായി സഭ ഉപയോഗിച്ചു വരുന്ന യഥാർത്ഥ നാമത്തിന്റെ മലയാള രൂപമാണ്. അതേസമയം മാർ എന്ന പദം സുറിയാനി ഭാഷയിൽ ഗുരു, ബഹുമാനപ്പെട്ടവൻ എന്നീ അർത്ഥങ്ങൾ നൽകുന്ന ഒരു ബഹുമാന പട്ടമാണ്. സുറിയാനി ക്രൈസ്തവ പാരമ്പര്യത്തിൽ മെത്രാന്മാരുടെയും ചില വിശുദ്ധരുടെയും പേരിന് മുൻപിൽ മാർ ചേർക്കുന്ന പതിവുണ്ട്. മാർ ബെസേലിയോസ്, മാർ ഗ്രിഗോറിയോസ്, മാർ അപ്രേം എന്നിവ അതിന്റെ ഉദാഹരണങ്ങളാണ്. എന്നാൽ റോമിലെ മെത്രാനായ പാപ്പയുടെ ഔദ്യോഗിക നാമത്തിന്റെ ഭാഗമല്ല മാർ എന്ന വിശേഷണം. കേരളത്തിലെ പഴയ കത്തോലിക്ക രേഖകളിലും പ്രാർത്ഥനാ പുസ്തകങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും പാപ്പ എന്ന പ്രയോഗമാണ് സാധാരണയായി കാണപ്പെടുന്നത്. മാർപ്പാപ്പ എന്ന പ്രയോഗം പിന്നീട് പ്രാദേശികമായി പ്രചാരത്തിലായ ഒന്നാണ്. അതിനാൽ ചരിത്രപരമായ തെളിവുകളും പാരമ്പര്യവും പാപ്പ എന്ന പ്രയോഗത്തോടാണ് കൂടുതൽ ചേർന്നു നിൽക്കുന്നത്. ദൈവശാസ്ത്രപരമായി നോക്കിയാലും പാപ്പയുടെ അടിസ്ഥാന പദവി റോമിലെ മെത്രാൻ, ബിഷപ്പ് ഓഫ് റോം എന്നതാണ്. അദ്ദേഹം വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയും സാർവത്രിക സഭയുടെ ഐക്യത്തിന്റെ ദൃശ്യ അടയാളവുമാണ്. അതുകൊണ്ട് ഭാഷാപരമായ കൃത്യതയും ചരിത്ര സത്യവും സഭാ പാരമ്പര്യവും മാനിക്കണമെങ്കിൽ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനെ പാപ്പ എന്ന് തന്നെ വിളിക്കുന്നതാണ് ഉചിതം. ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ പത്രോസിന്റെ പിൻഗാമിയെ പാപ്പ എന്ന് സംബോധന ചെയ്യുമ്പോൾ മലയാളവും അതേ സാർവത്രിക സഭാ പാരമ്പര്യത്തോടൊപ്പം നിൽക്കുന്നതാണ് ഉചിതം.